Hello guys, what's up? Welcome to Holistic Race. നമ്മൾ ഇന്നത്തെ ഫോർത്ത് എപ്പിസോഡാണ്. Today I'm going to share about a wonderful application called Spline. There you can create an amazing animations and add to our website. Okay, completely AI based animations ആണ്. ഈ ആനിമേഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ലവബിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ത്രൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ഷോ യു ഹൗ എ വെബ്സൈറ്റ് ലുക്ക് ലൈക്ക്. ഓക്കെ, അപ്പോൾ സോ ആസ് യൂഷ്വൽ വി ആർ ഗോയിങ് ടു അവർ ക്രോം ബ്രൗസർ. ദിസ് ഈസ് ദ ആനിമേഷൻ ഐ എം ഗോയിങ് ടു ആഡ് ടു മൈ സൈറ്റ്. ഓക്കെ, ഈ ഒരു ആനിമേഷനാണ് നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് ഒരു പിന്നെ നല്ലൊരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഓവർ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് മൈ വെബ്സൈറ്റ് ആൻഡ് സേവിങ് ലോട്ട്സ് ഓഫ് സർവീസസ് ടു മൈ ക്ലയൻസ്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് ത്രൂ എൻ്റെ ഒരു ക്ലയൻസ് ഇതിന് മനസ്സിലാവും ഞാൻ ഏതൊക്കെ സർവീസസ് ആണ് ആ ക്ലയൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Like any other website, this website have no issues in like the SEO sites, the designing sites and the animation sites. ഏത് ആംഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് ഒരു വെൽ മെയ്ഡ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, വെൽ കൺസ്ട്രക്റ്റഡ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പിന്നെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഒരു നല്ല വെബ്സൈറ്റ് ഉള്ളത്, അതെങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിൻ്റെ പേരാണ് GT Matrices എന്ന് പറഞ്ഞത്. ദിസ് ടൂൾ പ്രൊവൈഡ് ഹൗ ടു search and monitor other website and find the issues. If there is any issues available, we can easily find through this website. ഇതൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് ആണ്, കംപ്ലീറ്റ്ലി AI ഡെവലപ്ഡ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് GT Matrices എന്നുള്ളൊരു പിന്നെ വെബ്സൈറ്റ് നിങ്ങൾ ലിങ്ക് ചെയ്യുക, gtmetrics.com. ഇതാണ് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുക. URL ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എൻ്റെ വെബ്സൈറ്റിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, നല്ലൊരു വെബ്സൈറ്റാണ്, ആർക്കും എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെബ്സൈറ്റാണ്. ഇപ്പോൾ ലീഗൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഡിസൈനിങ് സൈഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ GT Matrices ഏകദേശം A ഗ്രേഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 97% പെർഫോമൻസ് ഉണ്ട് ഈ വെബ്സൈറ്റിന്. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. 3.5 സെക്കൻഡ്സ് ലോഡിങ് ടൈം ഉണ്ട്. ഇനി ഇതിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പിന്നെ ജാവാസ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ കോണ്ടൻസ് ആണ്. പക്ഷെ അത് എല്ലാ വെബ്സൈറ്റിലും ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങൾ വരും. കാരണം 100% വെബ്സൈറ്റ് വളരെ റയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 97%, ഇപ്പോൾ 90% തന്നെ നമുക്ക് നല്ലൊരു സ്കോറാണ് നമുക്ക് ഒരു വെബ്സൈറ്റിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ജെനുവിൻ വെബ്സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി AI പ്ലാറ്റ്ഫോംഡ് ബേസ്ഡ് പിന്നെ മോണിറ്ററിംഗ് വെബ്സൈറ്റ് ആണ്. ഇതുപോലെ തന്നെ വേറെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് ഗൂഗിൾ സെർച്ച് കൺസോൾ അല്ലെങ്കിൽ ഗൂഗിൾ അനാലിറ്റിക്സ്. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോൾ ത്രൂ നിങ്ങൾക്ക് വെബ്സൈറ്റിനെ മോണിറ്റർ ചെയ്യാം, ലൈക്ക് GT Matrices തന്നെ. അതേപോലെ തന്നെ അനലൈസ് ചെയ്യാം എത്ര യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ട്, എവിടേക്കാണ് ലോഗിൻ ചെയ്തത്, എത്രയാണ് ഇതിൻ്റെ വ്യൂവർ ടൈംസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ഗൂഗിൾ അനാലിറ്റിക്സുമായിട്ടും ടൈഅപ്ഡ് ആണ്. അപ്പോൾ ഗൂഗിൾ അനാലിറ്റിക്സിൽ നിങ്ങൾക്ക് ടൈഅപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, first you want to create an account in Google Search Console, then they'll provide a embedded code. Then you need to add that code to your website. നിങ്ങളെ ഹെഡിങ് സെക്ഷൻസിൽ നിങ്ങളെ പിന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ HTML ഹെഡിങ് ടാഗ്സിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ കോഡുണ്ട്, അതായത് സെർച്ച് കൺസോളിൻ്റെ കോഡുണ്ട്. ആ കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് വരുള്ളൂ. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാതെ നിങ്ങൾക്കൊരു വെബ്സൈറ്റിനെ, അത് ഏത് വെബ്സൈറ്റും ആയിക്കോട്ടെ, ആ വെബ്സൈറ്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് GT Matrices എന്ന് പറഞ്ഞുള്ള ടൂള്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് GT Matrices യൂസ് ചെയ്തിട്ട് ഏത് വെബ്സൈറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാം. എറേഴ്സ് ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എറേഴ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്നിട്ട് ആ എറേഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ ഓവറോൾ വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.
അപ്പോൾ ഈ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം പേജ് സെക്ഷൻസിൽ ഞാൻ ജസ്റ്റ് ഒരു ആനിമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ട്രിക്കാണ്. ലൈക്ക് എൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അവർ കുറച്ച് നേരം ഒന്ന് ആ വെബ്സൈറ്റിൽ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ട്രിക്സ് കൊണ്ടാണ് ഞാനത് സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹെഡിങ് സെക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെബ്സൈറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ട്രാൻസ്ഫോം യുവർ ഡിജിറ്റൽ പ്രസൻസ് വിത്ത് AI പവേർഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ഞാനൊരു മാർക്കറ്റിംഗ് വെബ്സൈറ്റ് ആണ് പിന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സർവീസസിനെ കംപ്ലീറ്റ്ലി AI ബേസ്ഡ് മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടാണ് ഞാനിതിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ സർവീസ് സെക്ഷൻസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരുപാട് സർവീസസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SEO ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SEO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സെർച്ച് എഞ്ചിനിൽ നമ്മളെ വെബ്സൈറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻസ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ PPC മാർക്കറ്റിംഗ് ഉണ്ട്, അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. GT മെട്രിക്സസ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് ആ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ അനലൈസ് ചെയ്തു, അതിനുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് പിന്നെ അടുത്ത സെക്ഷൻസ് ഇതിൻ്റെ പുതിയ ഒരു സർവീസസ് ആണ്. വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, അതായത് ലാൻഡിംഗ് പേജ് ഡിസൈൻസ് ഉണ്ട്, ലോഗോ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റ് എന്താ നിങ്ങൾക്ക് അറിയാം. ലാൻഡിംഗ് പേജ് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു പേജ്, ഒരു ബ്ലോഗുമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ലാൻഡിംഗ് പേജ് പറയുന്നത്. പിന്നെ ലോഗോ ഡിസൈൻസ്, ലോഗോ പിന്നെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് when you are going to enter the website, you can register through our website. ലൈക്ക് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓതൻറ്റിക്കേഷൻസ്. ഓക്കെ, സൈൻ അപ്പ് ആൻഡ് സൈൻ ഔട്ട് ഓപ്ഷൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അബൌട്ട് സെക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് ഓവറോൾ വിഷൻസും കാര്യങ്ങളൊക്കെ, എന്താണ് എൻ്റെ വിഷൻസ്, എന്താണ് എനിക്ക് ഹാപ്പി ക്ലയൻസ് എത്രയുണ്ട്, 500+ ഹാപ്പി ക്ലയൻസ് ഉണ്ട്, 150% ആവറേജ് ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് മൂലം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലൈക്ക് ഫോർ ആൻ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ ഓർ സംതിങ് എൽസ്, I can provide a website, I can add a banner to social media about that websites. Like, okay, ഇതാണ് നമ്മുടെ പ്രൊമോഷൻസ്. അപ്പോൾ എൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ ആർക്കെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ, ആർക്കെങ്കിലും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിൽ കണ്ടൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ ഇൻ ദ ലെഫ്റ്റ് സൈഡ് യു ക്യാൻ സീ അമേസിംഗ് ബട്ടൺ ഈസ് പെർഫോമിംഗ് വിത്ത് ആൻ അമേസിംഗ് ആനിമേഷൻസ്. If you want to click this button, you can directly message to me to my WhatsApp. In the right sections in the bottom line, here you can see an AI assistance. Okay, there also I add some FAQ questions, like normal people will ask so many questions about the site. എങ്ങനെയാണ് ഈ വെബ്സൈറ്റ്, എങ്ങനെയാണ്, എന്തൊക്കെ സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, ഹൗ മച്ച് ഡു യു സർവീസസ് കോസ്റ്റ്, എത്രയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സീ ദ റിസൾട്ട്സ്, എത്ര ടൈം എടുക്കും ഞാൻ എൻ്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡു യു വർക്ക് വിത്ത് എ സ്മോൾ ബിസിനസ്, ഞാൻ സ്മോൾ ബിസിനസ്സിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഹൗ ഡു യു മെഷർ സക്സസ്, എങ്ങനെയാണ് ഞാൻ സക്സസ് മെഷർ ചെയ്യുന്നത്, ക്യാൻ യു ഹെൽപ്പ് വിത്ത് വെബ് ഡിസൈൻസ്, അപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, FAQ എന്നുള്ള സെക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് AI ഡയറക്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ വെൽ ഡെവലപ്ഡ് വെബ്സൈറ്റിൻ്റെ ലുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വെബ്സൈറ്റ് ഫുള്ളി റാങ്ക്ഡ് വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ വേണ്ടി മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരാൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ. അത് റൊമാനിയയിൽ നിന്നാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് ഇവിടുന്നുമല്ല. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ഡാറ്റ സ്ട്രീമിംഗ് കാണാൻ വേണ്ടി പറ്റും. ഏത് പേജാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. 20 ആൾക്കാർ ഇന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ബൗൺസ് റേറ്റ് എത്രയാണെന്നുള്ള കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആക്റ്റീവ് യൂസേഴ്സ് എത്രയാണെന്ന് കാണാൻ വേണ്ടി പറ്റും, ഇവൻ്റ് കൗണ്ട് എത്രയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് റിപ്പോർട്ടും കാര്യങ്ങളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളായിട്ട് എനിക്കൊരു PDF രൂപത്തിലും ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു SEM എന്ന് പറഞ്ഞ സെക്ഷൻസ്, സെർച്ച് എഞ്ചിൻ മാനേജ്മെന്റ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് വേറെ ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്കാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് വെബ്സൈറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് എന്ത് ചെയ്യുക, GT മെട്രിക്സിൽസ് പോവുക, URL ടൈപ്പ് ചെയ്യുക, ആ വെബ്സൈറ്റിൻ്റെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൽ അനലൈസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ,
പിന്നെ എപ്പോഴും നോക്കുക HTTPS ഉണ്ടോ എന്ന് നോക്കുക. HTTPS ഉണ്ടെങ്കിൽ എസ് ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ലെയർ, സെക്യൂർ ലെയർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുക HTTP മാത്രമാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറരുത്. ആ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഹോളിസ്റ്റിക് റേസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് എൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ ഇനി അധികം പറയുന്നില്ല. അപ്പോൾ ഇവിടെ ലോഗോ സെക്ഷൻസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹോം പേജിലോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകേണ്ട കാര്യം ഹൗ ടു റീപ്ലേസ് ദിസ് ആനിമേഷൻ വിത്ത് സ്പ്ലൈൻ. അപ്പോൾ ഞാൻ സ്പ്ലൈൻ എന്ന് പറഞ്ഞുള്ളൊരു ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ആനിമേഷൻ്റെ താഴത്ത് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ബിൽഡ് വിത്ത് സ്പ്ലൈൻ, റൈറ്റ്. അപ്പോൾ ഈ ഒരു ആനിമേഷൻ ബിൽഡ് ചെയ്തിട്ട് സ്പ്ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിലൂടെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പ്ലൈൻ എന്ന് പറഞ്ഞുള്ള സെക്ഷൻസിലോട്ട് പോവാം. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആൽഗോരിതം ഫോളോ ചെയ്യുക, ലൈക്ക് ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാനലായിക്കാരം ഓപ്പൺ ചെയ്ത് തരിക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ ഉണ്ട്, ഒരു സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടും. ഓക്കെ, ഞാൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ആനിമേഷൻ എനിക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ആനിമേഷൻസിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ആനിമേഷൻ. ജസ്റ്റ് ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആനിമേഷൻസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ആനിമേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു പാനൽ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ബ്ലെൻഡർ, 3ds Max എന്നൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ എന്താണ് 3D ആനിമേഷൻസ്. അപ്പോൾ അതിൻ്റെ ഉള്ള ടാസ്ക് എത്രയാണെന്നുള്ളതും അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം അവർ നല്ല ടൈം എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും നമ്മൾ സിംപ്ലിസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുക. ഓക്കെ, എന്നാലും അത് അടിപൊളിയായിട്ട് ഉള്ളൊരു സംഭവമായിട്ട് മാറും വേണം. ഇവിടെ താഴത്ത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് റീമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ അവൈലബിൾ ആണ്. ആ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എഡിറ്റിംഗ് ഇൻ്റർഫേസസിലോട്ട് പോകും. ഈ ആനിമേഷൻസ് എന്താണെന്നുള്ളത്, അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് സൂം ഔട്ട് പിന്നെ മൗസ് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൂം ഔട്ട് ആവും, സൂം ഇൻ ആവും. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺട്രോൾ പാനൽസ് കാണാൻ വേണ്ടി പറ്റും. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ടൈറ്റിൽ ബാർസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഓൾറെഡി ബിൽഡ് ചെയ്തൊരു വെച്ചൊരു ഒരു ആനിമേഷൻ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇപ്പോൾ ബട്ടൺ സെക്ഷൻസിലോട്ട് പോവുക, എന്നിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് ഇവിടെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ ടച്ച് ആണ്. ആ ടച്ച് എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിവിടെ സ്റ്റേ വിത്ത് ഹോളിസ്റ്റിക് റേസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സ്റ്റേ വിത്ത് ഹോളിസ്റ്റിക് റേസ്. ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഈ ഒരു ബട്ടൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സൈസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ആവും. ഒരു ടെക്സ്റ്റ് ഒന്ന് സൈസും കാര്യങ്ങളൊന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മളെ ബട്ടൺ അടിപൊളിയായിട്ട് അവിടെ ഉണ്ട് അല്ലേ. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, ബട്ടൺ സൈഡിലല്ല ടെക്സ്റ്റ് പറഞ്ഞ സെക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. അതിൻ്റെ പൊസിഷൻ ഒന്ന് അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻറ്ററിലാണ്, ഓൾറെഡി സെൻറ്ററിലാണ്.
നമുക്ക് നമ്മൾ ഈ ബട്ടൻ്റെ സൈസ് ഒന്ന് കുറച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെലക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ഒരു ബട്ടണിനുള്ളതെന്നുള്ളത്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വ്യൂവർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കിട്ടും. ഈ സെക്ഷൻസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് വെബ്സൈറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മളെ വെബ്സൈറ്റിലോട്ട് പോവുക. അതായത് ലവബിൾ എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് പോവുക, എഡിറ്റ് വിത്ത് ലവബിൾ എന്നുള്ള സെക്ഷൻസിൽ പോവുക. അപ്പോൾ ലവബിൾ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്കിലോട്ട് പോവുക. അപ്പോൾ ഹോളിസ്റ്റിക് റേസിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഗോ ടു ഡാഷ്ബോർഡിൽ പോവുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി ഞാൻ വേറൊരു സൈറ്റിലോട്ടാണ് ഞാനിത് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അവിടെ സൈൻ ഔട്ട് ചെയ്യാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഒരു വെബ്സൈറ്റ്, ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. മൾട്ടിപ്പിൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്, പക്ഷേ അവിടെ പ്രീമിയം കണ്ടീഷൻസ് ഒക്കെ വരും. അപ്പോൾ എപ്പോഴും ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഓരോ വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മിൻഹാജ് സിയാൻ എന്നുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ സെക്ഷൻസിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെയാണ് എൻ്റെ ഹോളിസ്റ്റിക് റേസ് എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഉണ്ടല്ലേ, മൂവ് യുവർ മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആനിമേഷൻസ് ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ആനിമേഷൻ ചേഞ്ച് ചെയ്യാണ്. റീപ്ലേസ് സ്പ്ലൈൻ ആനിമേഷൻ with this code. ഞാൻ ആ കോഡ് അവിടെ പ്ലേസ് ചെയ്യാണ്. ഓൾസോ റിമൂവ് ചെയ്യേണ്ട, കാരണം നമ്മൾ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫ്രം ദ ഹോം പേജ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ കോഡ് അവിടെ കോപ്പി ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ പിന്നെ എങ്ങനെയാണ് ആ ഒരു ആനിമേഷൻ ചേഞ്ച് ചെയ്യുന്നുള്ളത് നോക്കാം. ഇവിടെ എൻ്റർ ചെയ്തു. അവരുടെ ബാക്ക് എൻഡ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആനിമേഷൻ സെക്ഷൻസിലോട്ട് പോകും. മെയിൻലി അത് index.html എന്ന് പറഞ്ഞ ഫയൽസിലായിരിക്കും ആനിമേഷൻസ് വർക്ക് ചെയ്യുക. ഏറ്റവും താഴത്ത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോഡിൽ വെച്ചിട്ടാണ് റൈറ്റ് ചെയ്യാൻ കണ്ടില്ല നിങ്ങളവിടെ. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ index.html ഉണ്ടല്ലേ, index.html എന്ന് പറഞ്ഞ സെക്ഷൻസിലോട്ടാണ് അവർ പോയിട്ടുള്ളത്. അതിൻ്റെ സോഴ്സ് കോമ്പണൻറ്റിൽ ഹീറോ സെക്ഷൻസിൽ എന്ത് ചെയ്ത് നമ്മൾ ആ ഒരു ആനിമേഷൻ അവിടെ വർക്ക് ചെയ്ത്. ഓക്കെ, നമുക്ക് ആ ആനിമേഷൻസ് കംപ്ലീറ്റ്ലി അവിടെ വർക്കബിൾ ആണ്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആനിമേഷൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആനിമേഷൻ എന്ത് ചെയ്യുക, നിങ്ങളത് വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എത്ര സിമ്പിളാണല്ലേ. ജസ്റ്റ് മാറ്റർ ഓഫ് കോപ്പി ആൻഡ് പേസ്റ്റ്, യു ക്യാൻ ആഡ് എനി ആനിമേഷൻ ടു യുവർ വെബ്സൈറ്റ്.
അപ്പോൾ ഈ ആനിമേഷൻസ് ഫുള്ളി ലോഡ് ആയിട്ടില്ല. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് അതും കൂടി ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ എറർ എന്താ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ആനിമേഷൻ ഈസ് വർക്കിംഗ് വെൽ, but it's looking like messy. Looks like messy. Clear that and make it responsive. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡിവൈസസിലും ഒരേമാതിരി വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് റെസ്പോൺസീവ് എന്നുള്ള ഒരു പിന്നെ ടാഗ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ the full animation is visible. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റർ ചെയ്തു. ഏജന്റ് ബിറ്റ് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഈ ഇൻഡോ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഈ ഒരു ആനിമേഷൻ എന്ത് ചെയ്യണം, ഫുള്ളി വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, താഴത്ത് കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ലവബിളിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിനുള്ള പ്രോബ്ലം സോൾവിങ് അവിടെ നടത്തുന്നതായിരിക്കും. അതല്ലേ, അപ്പോൾ നമുക്ക് ആ ഒരു എറേഴ്സ് അവിടെ പോയി. സ്റ്റേ വിത്ത് ഹോളിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻസിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ടൂൾ ബാർസ് നമുക്ക് അവിടെ ഹൈഡ് ചെയ്യാം. ഓക്കെ, വേണ്ടില്ലേ. അപ്പോൾ ഞാൻ ആക്ച്വലി ദിസ് ഇസ് ഗുഡ്. എനിക്ക് ആ ഹോളിസ്റ്റിക് കേസ് എന്നുള്ള സംഭവം അവിടെ വേണ്ട ശരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് എൻ്റെ മൗസ് വീൽ ചലിക്കുന്നത് എന്നുള്ള ആ മൗസ് വീലിനനുസരിച്ചിട്ട് ആ റോബോട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു വരുമ്പോൾ വെബ്സൈറ്റിന് എങ്ങനെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് മോണിറ്റർ ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, അതിൻ്റെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ ഒരു ആനിമേഷൻ എങ്ങനെ നമ്മളെ വെബ്സൈറ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതും പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് പഠിക്കാം, വെബ്സൈറ്റിൽ വേണ്ട കൂടുതൽ ഫീച്ചേഴ്സ് പഠിക്കാം. അപ്പോൾ ടാബ്ലറ്റ്സിൽ ഇത് കംപ്ലീറ്റ്ലി വ്യൂ ആണ്. മൊബൈൽ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കംപ്ലീറ്റ്ലി ഓക്കെ. മൊബൈൽ സൈഡിൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ സ്ക്രീൻ സൈസ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രോംപ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക, അതിൻ്റെ പ്രത്യേക കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇതിപ്പോൾ ഓൾറെഡി വർക്കിംഗ് വെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതിൽ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെയാണ് അനലിറ്റിക്സിൻ്റെ കോഡൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, പിന്നെ ഈ ഹാങ് ഓവർ എഫക്റ്റ് ഒക്കെ എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ യൂട്യൂബ് ആൽഗോരിതം ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ.